TK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിലെ ആദ്യപാദ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യപാദം കഴിയുമ്പോൾ 12 മത്സരങ്ങളിൽ നിന്ന് 26 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 12ാം മാച്ച് വീക്ക് ഒട്ടേറെ വാശിയേറിയ പോരാട്ടങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ ഔദ്യോഗികമായി 12ാം മാച്ച് വീക്കിലെ ടീം ഓഫ് ദ വീക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടീം ഓഫ് ദ വീക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ടീം ഓഫ് ദി വീക്കിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സർവാധിപത്യം തന്നെയാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. 12ാം മാച്ച് വീക്കിലെ ഏറ്റവും മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ആണ്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും 4 താരങ്ങളും ആശാനോടൊപ്പം ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരങ്ങളായ മിലോസ് ഡ്രിൻസിച്ച്, മാർക്കോ ലസ്കോവിച്ച്, ദിമിത്രിയോസ് ഡയമൻഡക്കോസ്, മലയാളി യുവതാരം മുഹമ്മദ് അസർ എന്നിവരാണ് ടീം ഓഫ് ദ വീക്കിൽ ഇടം നേടിയിരിക്കുന്നത്. ഇതിൽ മാർക്കോ ലസ്കോവിച്ച് ടീം ഓഫ് ദ വീക്കിലെ മുഖ്യ ക്യാപ്റ്റൻ കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ 4 താരങ്ങൾക്ക് പുറമെ ഒഡീഷയുടെ 4 താരങ്ങളും മുംബൈയുടെ 3 താരങ്ങളുമാണ് ടീം ഓഫ് ദ വീക്കിൽ ഇടം നേടിയത്. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.